മാറ്റ്കമ്മിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോസ്റ്റിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻ്റർവ്യൂവിന് കോൾ ഫോർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പോർട്ടലിലേക്ക് എന്താ പറയുക ഇൻ്റർവ്യൂ മെമ്മോ എന്ന് പറയുന്നതിനകത്ത് നിങ്ങളുടെ ഇൻ്റർവ്യൂ ഡേറ്റ് എന്താണ്, ഏത് സമയത്താണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകണം എന്നൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു മെമ്മോ ഉണ്ടാവും. അതുകൂടാതെ രണ്ട് ഫോമുകൾ, ഒന്ന് ഫോം 28ഉം ഫോം 28A ഇങ്ങനെ രണ്ട് ഫോമുകൾ ഉണ്ടാവും. സോ ദ മോർ ഇമ്പോർട്ടൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഫോം 28 ആണ്. 28A എന്ന് പറയുന്ന ഫോമിനകത്ത് കൂടുതലും 28ലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ബേസിക്കലി ബയോഡേറ്റയാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ ബയോഡേറ്റ തന്നെയാണ്. കാരണം ബയോഡേറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്താ പറയുക നിങ്ങളെ തന്നെ റെപ്രസെന്റ് ചെയ്ത്. ബയോഡേറ്റ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ആ ഇന്റർവ്യൂ ബോർഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ ബോർഡിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതാണ് നിങ്ങളുടെ ബയോഡേറ്റ എന്ന് പറയുന്നത്. ബേസിക്കലി നിങ്ങൾ ബയോഡേറ്റ ഫിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയപ്പെടുന്ന ഒരു ബയോഡേറ്റയുടെ രണ്ടോ മൂന്നോ കോപ്പികൾ എടുക്കുക. രണ്ടോ മൂന്നോ കോപ്പി എടുത്തിന് ഫസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക, കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ ബയോഡേറ്റ നിങ്ങൾ തനിയെ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ഒരാളുടെ നിങ്ങൾ കാണിക്കുക. ഫോർ എക്സാമ്പിൾ ചിലപ്പം നന്നായിട്ട് ഇങ്ങനെ ഇന്റർവ്യൂവിനൊക്കെ പോയിരിക്കുന്ന സാറുമാരെ നിങ്ങൾക്ക് പരിചയം കാണും, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ഇങ്ങനെ സൊസൈറ്റിയിലായിട്ട് ഇന്റർഫിയർ ചെയ്തിരിക്കുന്ന ആളുകളുണ്ടോ. ഫോർ എക്സാമ്പിൾ അത്യാവശ്യം ഒരു കേപ്പബിലിറ്റീസ് ഉള്ള ആളുണ്ടോ, അപ്പോൾ അവരെ നിങ്ങൾ കാണിച്ചിട്ട് സാർ ഇതാണ് ഞാൻ എൻ്റെ പ്രിപ്പയർ ചെയ്ത ബയോഡേറ്റ, ഇതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ വേണേൽ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുക. അവരായിട്ട് പറയുന്ന കറക്ഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്ത് നിങ്ങളത് ബയോഡേറ്റ ഒരു നല്ല രീതിയിലാക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടുന്ന യൂഷ്വലി ഒരു ഇന്റർവ്യൂവിന് ഒരു 14 അല്ലെങ്കിൽ 15 ദിവസം മുന്നേ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങളുടെ ആദ്യത്തെ ഒരു 3-4 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യുക. ബയോഡേറ്റ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ബയോഡേറ്റയിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബയോഡേറ്റയിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. ഇപ്പം എന്താ പറയുക, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ബയോഡേറ്റയിൽ എഴുതിയിരിക്കുകയാണ് നിങ്ങൾ NPTEL കോഴ്സ് 2 ചെയ്തു. അപ്പോൾ അവർ നിങ്ങളോട് ചോദിക്കുക NPTEL എന്തൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾക്ക് പറയുന്ന കോഴ്സിന്റെ പേരുകൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ അവർ ചോദിക്കും NPTEL കോഴ്സ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ NCCയിൽ വർക്ക് ചെയ്തു, അപ്പോൾ NCCയുടെ ഏത് വിങ്ങിലാണ് വർക്ക് ചെയ്തത്, അവരുടെ മോട്ടോ എന്തായിരുന്നു, ഏത് വർഷമാണ് നിങ്ങളോട് വർക്ക് ചെയ്തത്, അതിലൂടെ നിങ്ങൾ ആർജിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ സോ ബേസിക്കലി ബയോഡേറ്റ എന്ന് പറയുന്നത് ആ ഇന്റർവ്യൂ ബോർഡിൽ നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യങ്ങൾക്ക് നിങ്ങളായിട്ടിടുന്ന ഹുക്കാണ് ബയോഡേറ്റ എന്ന് പറയുന്നത്. ബേസിക്കലി ഇന്ന കാര്യങ്ങളെ പറ്റി എന്നോട് ചോദിക്കണം, ഇന്ന കാര്യങ്ങളെ പറ്റി എന്നോട് ചോദിക്കരുത്. അപ്പൊ ബേസിക്കലി ബയോഡേറ്റയിലൂടെ നിങ്ങൾ ആ ഇന്റർവ്യൂ ബോർഡിനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബയോഡേറ്റ ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ജെന്യുവനായി ഫില്ല് ചെയ്യുക. അതിനകത്തുള്ള ഫോൾസ് ഇൻഫർമേഷൻസ് ഒരിക്കലും കൊടുക്കരുത്. കാരണം ചിലപ്പോൾ സംഭവിക്കുന്നത്, നിങ്ങൾ ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയാരിറ്റി ഉള്ള ഒരാളായിരിക്കും ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നത്. നിങ്ങൾ അതിനകത്ത് പല കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങളെ കൃത്യമായിട്ട് അവർക്കറിയാം. അപ്പം തന്നെ അവർക്ക് അത് മനസ്സിലാവും, അത് ഫേക്ക് ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ബയോഡേറ്റയിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളെ പറ്റി ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് എന്താ പറയുക ബയോഡേറ്റ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും ഇതിനകത്ത് തെറ്റുണ്ട് ചെയ്യണം. അതിന് ഉദാഹരണം പറയാം. ഒരാൾ ഒരു തവണ ബയോഡേറ്റയിൽ എഴുതി അയാൾ വോളണ്ടറി ആയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് എഴുതി. അപ്പോൾ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോം ഫില്ല് ചെയ്യാൻ തന്നിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒന്നും തന്നില്ലെന്ന് പറഞ്ഞു. സോ ബേസിക്കലി അയാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയിട്ടില്ല. കാരണം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ എവിടെ പോയാലും എന്താണ് കൃത്യമായിട്ട് ഒരു ഫോം, നിങ്ങളുടെ ഡീറ്റെയിൽ ഉള്ള ഒരു ഫോം ഫില്ല് ചെയ്യിക്കും. സോ ബേസിക്കലി അങ്ങനെ ഏറ്റവും സിമ്പിളായ കാര്യങ്ങളിൽ പോലും അങ്ങനെയുള്ള ക്യാച്ചുകൾ ഉണ്ടാവും. എന്താ പറയുക, അപ്പം അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ അവിടെ ക്യാച്ച് ചെയ്യും. നിങ്ങൾ ബയോഡേറ്റയിൽ ഒരു ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്തു എന്ന് വന്നു കഴിഞ്ഞാൽ ഇന്റർവ്യൂ 15 മാർക്കിന് ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്ക് എത്രയാണോ ഏറ്റവും മിനിമം ഇടാൻ പറ്റുന്നത് ആ മിനിമം മാർക്കായിരിക്കും ഉണ്ടാവുക. ജെനുവിൻ ആയിട്ട് എഴുതുക. കണ്ടവരും കാണുന്നവരും പറയുന്നത് കേട്ട് ബയോഡേറ്റയിൽ കുറെ കാര്യങ്ങൾ കുത്തി നിറയ്ക്കുന്നത് അല്ല ചെയ്യേണ്ടത്. നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് സിമ്പിൾ അച്ചീവ്മെന്റ്സ് ആവാം, വലിയ അച്ചീവ്മെന്റുകളാവാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ബയോഡേറ്റയിൽ എഴുതാം. സത്യസന്ധമായി നിങ്ങളെപ്പറ്റി നിങ്ങൾ സ്വയമേ വിലയിരുത്തിയതിനു ശേഷം നിങ്ങളുടെ ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ പോർട്ടലിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുക്കാം. പിന്നെ എപ്പോഴും ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഫില്ല് ചെയ്യാത്ത ഒരു 2 ബയോഡേറ്റ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. കാരണം അവിടെ ചെല്ലുമ്പോൾ അവർ എന്തെങ്കിലും കറക്ഷൻ പറഞ്ഞാൽ പുതുതായിട്ട് എഴുതാനായിട്ട് ഉണ്ടാവണം. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബയോഡേറ്റയോടൊപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ബോൾ പോയിന്റ് പേന, ഒരു പെൻസിലും സ്കെയിലും കയ്യിൽ കരുതുക. പെൻസിൽ സ്കെയിലും എന്തിനാ കയ്യിൽ കരുതാൻ പറഞ്ഞത് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ ബയോഡേറ്റ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ പലരും പറയാം, പല കോളങ്ങളിൽ നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് ഇട്ടോ, നോട്ട് ആപ്ലിക്കബിൾ, നോട്ട് അവൈലബിൾ എന്ന് എഴുതി വിട്ടോ, ഒരു പ്രശ്നവുമില്ല, ഉള്ളത് മാത്രമേ. ബേസിക്കലി നമ്മൾ നമ്മളെ തന്നെ പറ്റി വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങളോട് ഉറപ്പായിട്ടും എഴുതാനായിട്ടുണ്ടാവും. സോ ബയോഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിറർ ഓഫ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സോ അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഫില്ലിങ്ങിലേക്ക് കടക്കാം. സോ ഞാൻ 28 മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതാണ് 28 എന്ന് പറയുന്നത്. ബേസിക്കലി അപ്പൻഡിക്സ് 28 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നൽകുന്ന ബയോഡേറ്റ ടു ബി ഫിൽഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കാൻഡിഡേറ്റ് അറ്റ് ദ ടൈം ഓഫ് ദ ഇന്റർവ്യൂ. തസ്തികയുടെ പേര്, അതായത് ഇപ്പൊ ഏതൊക്കെ പോസ്റ്റുകൾക്ക് ഇന്റർവ്യൂ, ഫോർ എക്സാമ്പിൾ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന് ഇന്റർവ്യൂ ഉണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിനുണ്ട്, KAS ഓഫീസർ പോസ്റ്റുകൾക്കുണ്ട്, പിന്നെ എന്താ പറയുക LP സ്കൂൾ ടീച്ചർ, UP സ്കൂൾ ടീച്ചർ, ഹൈസ്കൂൾ ടീച്ചർ, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, പിന്നെ എന്താണ് പോളിടെക്നിക് ലെക്ചറർ, കോളേജ് ലെക്ചറർ, പിന്നെ IT ഇൻസ്ട്രക്ടർ, പോളിടെക്നിക് ലെക്ചറർ, പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ളത്, കേരള ബാങ്കിലേക്കുള്ളത്, പിന്നെ സയന്റിഫിക് ഓഫീസർ പോസ്റ്റുകളിലേക്ക് അത്യാവശ്യം, പിന്നെ എന്താ ഡോക്ടർമാരുടെ പോസ്റ്റുകൾക്ക് അത്യാവശ്യം നല്ല ഉയർന്ന സക്സസ്സുകളുള്ള തസ്തികകളിലുള്ള മിക്കവാറും എല്ലാ പോസ്റ്റുകൾക്കും തന്നെ ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂവിന് 15 മാർക്കുണ്ട്. 1 മാർക്ക് പോലും നിങ്ങളുടെ മാർക്കുകളെ നിങ്ങളുടെ റാങ്കിനെ ഡിസൈഡ് ചെയ്യുകയും അത് പ്രകാരം നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് 3 to 4 മാസം താമസിക്കാനോ അല്ല അപ്പോയിന്റ്മെന്റ് കിട്ടാതിരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യും. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഇന്റർവ്യൂ മെമ്മോയിൽ നിന്ന് നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം, ഇന്റർവ്യൂ മെമ്മോയിൽ നിന്ന് കൃത്യമായിട്ട് തസ്തികയുടെ പേര് മാക്സിമം നിങ്ങൾ എല്ലാം തന്നെ ബോൾഡ് ലെറ്ററിൽ ഫില്ല് ചെയ്യുന്നതാണ് നല്ലത്. എന്താ പറയുക, സ്മോൾ ലെറ്ററിൽ ഫില്ല് ചെയ്യുന്നത് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ബോൾഡ് ലെറ്ററിൽ ഫില്ല് ചെയ്യുവാണെങ്കിൽ അത് വായിക്കുന്നവർക്ക് ഇച്ചിരി വായിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ ടൈം നിങ്ങളിങ്ങനെ എഴുതുന്നേക്കാളും എന്താ പറയുക, ടൈം എന്ന് പറയുന്നതിന് TIME എന്ന് ടൈം എന്ന് ഇങ്ങനെ എഴുതുന്നേക്കാളും നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി TIME എന്ന് എഴുതുമ്പോൾ അത് വായിക്കുന്നവർക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. സോ ബോൾഡ് ലെറ്റർ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തു എന്ന് പറയുന്ന ഒരു തെറ്റൊന്നുമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മലയാളത്തിൽ ഫില്ല് ചെയ്യാമോ? സോ ബേസിക്കലി നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഫില്ല് ചെയ്യാം. അത് ഏത് പോസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഫില്ല് ചെയ്യാം. ഇംഗ്ലീഷിൽ തന്നെ ഫില്ല് ചെയ്യണമെന്ന് ഒരു ചോദ്യം ഉണ്ടാവും. ഞാൻ എന്താ പറയുക, അസിസ്റ്റന്റ് പ്രൊഫസർ ഫിസിക്സ് എഴുതി പാസ്സായി, ഇന്റർവ്യൂവിന് ചെന്നു, എൻ്റെ പരീക്ഷയെല്ലാം ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഫോം മലയാളത്തിൽ ഫില്ല് ഒരു കുഴപ്പവുമില്ല. ചിലപ്പോൾ നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ മാതൃഭാഷയിലായിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മലയാളത്തിൽ എഴുതാം, കാരണം മലയാളം ഭരണഭാഷയാണ്. നിങ്ങൾ കൃത്യമായിട്ട് എഴുതാം. മലയാളത്തിൽ എഴുതണോ ഇംഗ്ലീഷിൽ എഴുതണോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം പേഴ്സണൽ ചോയ്സ് ആണ്. പിന്നെ ഒരു ചെറിയൊരു പ്രിഫറൻസ് ഞാൻ വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പം UP സ്കൂൾ ടീച്ചർ, ഹൈസ്കൂൾ ടീച്ചർ, HSA ഒക്കെ ആണെങ്കിൽ അത് ബേസിക്കലി മലയാളം മീഡിയത്തിന് വേണ്ടി റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ഫോം എന്ന് പറയുന്നത് മലയാളത്തിൽ ഫില്ല് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതിപ്പോൾ ഇംഗ്ലീഷ് ഫില്ല് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടെന്നല്ല, കാരണം നിങ്ങൾ മലയാളത്തിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അക്ഷരങ്ങളുടെ ഭംഗി, നിങ്ങളുടെ ഭാഷാ ശുദ്ധി, ഇതൊക്കെ അവർക്ക് മനസ്സിലാവാനായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പം ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആണെങ്കിൽ HSST ഫിസിക്സ്, പിന്നെ ഹൈഫൻ ഇട്ടിട്ട് കാറ്റഗറി നമ്പറോട് എഴുതിയേക്കാം. ക്രമ നമ്പർ. എന്താണ് ക്രമ നമ്പർ? നിങ്ങൾക്കൊരു ഇന്റർവ്യൂ മെമ്മോ കിട്ടിയിട്ടുണ്ടാവും. ആ ഇന്റർവ്യൂ മെമ്മോയിൽ ഒരു സീരിയൽ നമ്പർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ സീരിയൽ നമ്പർ 43, 36, 55 കൃത്യമായിട്ട് നിങ്ങളത് മെൻഷൻ ചെയ്യുക. ഓക്കെ, ഏതാണ് സീരിയൽ നമ്പർ? നെയിം ആൻഡ് അഡ്രസ്, പേരും മേൽവിലാസം. അപ്പോൾ പ്രശ്നമുണ്ട്, പെർമനന്റ് അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ഈ പ്രസിഡന്റ് അഡ്രസ്സ്, എന്ത് അഡ്രസ്സ് ഞാൻ കൊടുക്കും? നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിലുള്ള അഡ്രസ്സ് എന്ത് കൊടുക്കും? നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് കൊടുക്കും. അപ്പോൾ ചിലരുടെ സംശയമാണ്, സാറേ ഞാൻ അവരുടെ PhD ചെയ്തുകൊണ്ടിരിക്കുക, അവിടുത്തെ അഡ്രസ്സ് വെച്ചിടും. വേണ്ട, നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സ്, നിങ്ങളുടെ ഹോം അഡ്രസ്സ് നിങ്ങൾ കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സും നിങ്ങളുടെ ഇപ്പോൾ വേറെ സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുക, നിങ്ങളുടെ കുടുംബമായിട്ട് വാടകയ്ക്ക് താമസിക്കുക, നിങ്ങളുടെ കുടുംബമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നിടത്തെ അഡ്രസ്സ് നിങ്ങൾ എഴുതുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിയുടെ ക്വാർട്ടേഴ്സിലാണ്, അവിടുത്തെ ക്വാർട്ടേഴ്സിലെ അഡ്രസ്സ് എടുക്കുക. അല്ല നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുകയെന്നും പറഞ്ഞ് ഹോസ്റ്റലിൻ്റെ അഡ്രസ്സ് കൊടുക്കണമെന്നില്ല. ബേസിക്കലി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള അഡ്രസ്സ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ വീട്ടുപേരിലെ ഡോർ നമ്പർ, പിൻകോഡ് എന്താണ്, ജില്ല ഏതാണ്, അത്രയും കാര്യമാണ് ഇവിടെ കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. താഴോട്ട് വരുമ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം മെട്രിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ SLC മുതൽ. ഇവിടെ ഒന്നാമത്തെ കാര്യം, എല്ലാ ക്വാളിഫിക്കേഷൻസും ഇടയില്ല. ഫോർ എക്സാമ്പിൾ SLC, +2, UG,
PG, B.Ed, M.Ed, MPhil, PhD ഒക്കെ വരുമ്പോൾ ഇട കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഇത് മൊത്തം ഒരു കോളത്തിന്റെ ആവശ്യം മൊത്തം എഴുതാനായിട്ടില്ല. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു പെൻസിൽ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തിട്ട് ഒന്നാമത് സീരിയൽ നമ്പർ കൊടുക്കാം. ഇവരുടെ SLCക്ക് അവർ ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചോദിച്ചിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ പഠിച്ച സ്കൂളിന്റെ പേര്, നിങ്ങൾ പരീക്ഷ എഴുതി പാസ്സായ വർഷം, ഏത് ബോർഡാണ്. ഇപ്പൊ SLC ഒക്കെ ആണെങ്കിൽ ജനറൽ എഡ്യൂക്കേഷൻ ബോർഡ്, ഗവൺമെന്റ് ഓഫ് കേരള. ഇവിടെ ക്ലാസ്, ഡിസ്റ്റിങ്ഷൻ, അവാർഡ് ഓർ മെഡൽ. ബേസിക്കലി ഇപ്പൊ ഗ്രേഡിംഗ് സിസ്റ്റം വന്നതിന് ശേഷം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ചിലർക്ക് ഫുൾ A+ ആയിരിക്കും, ചിലപ്പോൾ 5A+, 5A ആയിരിക്കും. അപ്പോൾ ഫുൾ A+ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ A+ എന്ന് എഴുതാം. നേരെ മറിച്ച് 5A+ ഒക്കെ ആണെങ്കിൽ A+-5, A-4, B+-1 ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അത് കൃത്യമായിട്ട് ഗ്രേഡ് തിരിച്ചെഴുതുക. നേരെ മറിച്ച് മാർക്കിംഗ് സിസ്റ്റം ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ആണോ, ഡിസ്റ്റിങ്ഷൻ ആണോ, ഹൈഫൻ ഇട്ടിട്ട് നിങ്ങൾക്ക് പെർസെൻറ്റേജോടെ എഴുതാം. രണ്ടാമത്തെ കാര്യം, +2 എടുക്കും. +2 മാർക്ക് കൂടിയുണ്ട്. അപ്പോൾ എന്താണ്? ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ, HSC, നിങ്ങളുടെ സ്കൂളിന്റെ പേര്, ഏത് വർഷമാണ്, പിന്നെന്താണ്, ബോർഡ് ഏതാണ്. ഫോർ എക്സാമ്പിൾ എന്താണ്, ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ, ഗവൺമെന്റ് ഓഫ് കേരള വരാം. CBSE ആണ് CBSE, ICSE ആണ് ICSE. നിങ്ങളിവിടെ നിങ്ങളുടെ ലൈക്ക് എന്താ, എങ്ങനെയാണ് ഗ്രേഡ് ആണെങ്കിൽ ഗ്രേഡ് എഴുതിയിട്ട് എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു, പെർസെൻറ്റേജോട് കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഇനി ഇവിടെ വരുന്ന ഓക്കെ, ഇവിടെ 2-3 കാര്യങ്ങൾ കൂടി എനിക്കിവിടെ പറയാം. ഒന്നാമത്തെ കാര്യം, ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സ്കൂളിംഗ് ആയിട്ടായിരിക്കും അവരുടെ ഹയർ സെക്കൻഡറി പഠിച്ചു. ഫോർ എക്സാമ്പിൾ നേരത്തെ കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് അവർക്ക് +2 പഠിക്കാൻ പറ്റിയില്ല. NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗിലായിരിക്കും പഠിച്ചത്. അത് തെറ്റാണ്, ഒരിക്കലുമല്ല. നിങ്ങൾ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഒരു പഠനം പൂർത്തിയാക്കി എന്ന് പറയുന്നത് ബേസിക്കലി അറിവ് നേടാനായിട്ടുള്ള നിങ്ങളുടെ താല്പര്യത്തെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നത്തിങ് ബട്ട് എന്താണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള താല്പര്യം, വീണ്ടും പഠിക്കാൻ, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പഠിക്കാനുണ്ടായ സാഹചര്യം. ചിലപ്പോൾ NIOS കാണുമ്പോൾ അവർ ചോദിക്കാം, എന്തുകൊണ്ടാണ് റെഗുലർ സ്കൂളിൽ പോവാതെ NIOSിൽ പോയത്? സാർ, എൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞു, അപ്പോൾ എനിക്ക് കുട്ടികളായിരുന്നു, അപ്പം അങ്ങനെ ഒരു സാഹചര്യം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ വീട്ടിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ട് എനിക്ക് അന്നേരം +2 പഠിക്കാനായിട്ട്, ആ സമയത്ത് +2 പഠിക്കാൻ പോകാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് കല്യാണത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ പാരലായിട്ട് NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിലൂടെ പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർക്ക് തന്നെ നല്ലൊരു ഇംപ്രഷൻ വരും, ഓ ശരി, ഗുഡ്, NIOSിലൂടെ വീണ്ടും പഠിച്ച് ഇപ്പോൾ ഒരു സർക്കാർ ജോലി അടുത്ത് വരെ എത്തിയിരിക്കുന്നു. സോ ഇറ്റ്സ് എ വെരി ഗുഡ് അച്ചീവ്മെന്റ് എന്നൊരു തോന്നൽ അവർക്കുണ്ടാവും. ഈ കുറച്ച് പേര് ഡിസ്റ്റൻസ് മോഡിൽ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഡിസ്റ്റൻസ് മോഡിൽ പഠിച്ചത്? നിങ്ങൾ എന്തിനാ ഡിഗ്രി ഡിസ്റ്റൻസ് മോഡിൽ ചെയ്തത്? നിങ്ങൾ എന്തിനാ PG ഇഗ്നോയിൽ പോയി പഠിച്ചത്? അങ്ങനെയൊന്നും ചോദിക്കില്ല. എന്തുകൊണ്ടാണ് ഡിസ്റ്റൻസ് മോഡിൽ ചെയ്തത്? അപ്പോൾ ചോദിക്കുമ്പോൾ പറയാം, എന്താണ് ജെന്യുവൻ ആയിട്ടുള്ള ജെന്യുവൻ, അല്ലാതെ അവിടെ പോയി പ്രാരാബ്ധത്തിന്റെ കഥയൊന്നും നിരത്തരുത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് എൻ്റെ അച്ഛൻ ക്യാൻസർ ആയിട്ട് കിടക്കുമായിരുന്നു, അമ്മ ഇങ്ങനെ കിടക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സാറേ വീട്ടിലെ സാഹചര്യം കൊണ്ട് എനിക്ക് എന്തിനാ കോളേജിൽ പോയി പഠിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു, എനിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ ഞാൻ ജോലിക്ക് പോയി. ഇപ്പോൾ കൂടെ എനിക്ക് ഡിഗ്രി എടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇഗ്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഭാരതീയ യൂണിവേഴ്സിറ്റി എളുപ്പം തോന്നി, അതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ അങ്ങനെ ഡിഗ്രി പൂർത്തിയാക്കി. ഒരു പ്രശ്നവുമില്ല. ദാറ്റ് വിൽ ഗിവ് യു എൻ അഡ്വാൻറ്റേജ്. ചിലപ്പോൾ 13 മാർക്ക് നിങ്ങൾക്ക് തരാമല്ലോ, 12 മാർക്ക് ഇന്റർവ്യൂക്കാർ തരാതിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിനോട് ചിലപ്പോൾ 13 മാർക്ക് കിട്ടും. ഇപ്പൊ ചിലർക്കൊന്നൊക്കെ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ +2 കൊണ്ട് പഠിത്തം നിർത്തി, ഡിഗ്രിയുടെ സമയത്ത് ഡിഗ്രിക്ക് പോകാനായിട്ട് പറ്റിയില്ല, അപ്പോൾ എന്താ, ഒരു ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്തു. അപ്പോൾ യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് ജെന്യുവൻ ആയിട്ട് പറയുക. ഫോർ എക്സാമ്പിൾ, ആ ഇന്റർവ്യൂ ബോർഡിൽ സെന്റിമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പോയി പറയരുത്. സെന്റിമെന്റ്സ് ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല ഇന്റർവ്യൂ ബോർഡ് എന്ന് പറഞ്ഞത്. സെന്റിമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ ശ്രമിക്കുന്നത്. നേരെ മറിച്ച് എന്താണ് റിയൽ ആയിട്ട് റീസൺ നിങ്ങൾ കൃത്യമായിട്ട് പറയാം. പിന്നെ UG PG തൊട്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ ഏതാ ഡിസ്റ്റിങ്ഷൻ ആണോ, ഫസ്റ്റ് ക്ലാസ് ആണോ, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടാവും, അതെല്ലാം ഉണ്ടാവും. അത് നിങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ഒരു ക്രൊണോളജിക്കൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം അതിനകത്ത് ഞാൻ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം എഴുതുക, ഡിഗ്രികൾ എഴുതുക, SLC, HSC, +2, ഡിഗ്രി, PG, B.Ed, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു നാഷണൽ എക്സാം അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ എക്സാം ക്വാളിഫൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ള എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ നിങ്ങളൊരു വര കൊടുക്കണം കേട്ടോ, മറക്കാതെ നിങ്ങൾ ഉറപ്പായിട്ടും വര കൊടുക്കണം. ഇപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇവിടെ എഴുതുന്നുള്ളൂ, ആറാമത് ഇവിടെ എഴുതുവാണ്. നിങ്ങളിപ്പോൾ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, UGC നെറ്റ് ക്വാളിഫൈ, UGC നെറ്റ് എന്ന് എഴുതി. നെറ്റ് ഒരു സ്ഥാപനമല്ല, ലൈക്ക് ഒരു സ്ഥാപനത്തിൽ പഠിച്ചുള്ളതല്ല, വെട്ടുക. നിങ്ങൾ ഏത് വർഷമാണോ പാസ് ചെയ്ത വർഷം എഴുതുക. ലൈക്ക് എന്താ പറയുക, നെയിം ഓഫ് ദ ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ UGC നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് UGC ആണ്, അപ്പോൾ UGC തന്നെ എഴുതുക. ഇവിടെ ഇത് നോട്ട് ആപ്ലിക്കബിൾ ആണ്. അവിടെ നിങ്ങളൊന്ന് ഫോർ എക്സാമ്പിൾ, ഓക്കെ, UGC നെറ്റ് ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അത് ക്വാളിഫയിങ് എക്സാം ആണ്. നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നത് ക്ലാസ് അല്ല എഴുതുന്നത്, നിങ്ങൾക്ക് ക്വാളിഫൈഡ് എന്ന് എഴുതാം. അതേപോലെ KTET കാറ്റഗറി 2, കാറ്റഗറി 3, CTET കാറ്റഗറി 2, CTET ഒക്കെ ഒരു സംശയമുണ്ട്, ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? CTET പ്രൊവൈഡ് ചെയ്യുന്നത്
CBSE ആണ്. പിന്നെ ഒരു വലിയൊരു സംശയം ഉണ്ടാവും, ഞാനിപ്പം പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന്റെ ഇന്റർവ്യൂവിനാണ് പോകുന്നത്. അപ്പം ഞാൻ UGC നെറ്റ് ഉണ്ട്, സെറ്റ് ഉണ്ട്, CTET ഉണ്ട്, ഇതൊക്കെ എഴുതേണ്ട. ഉറപ്പായും എഴുതണം. നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എല്ലാ ക്വാളിഫിക്കേഷൻ എഴുതുക. ഇനി നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ പർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ PhD ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് PG ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. PhD ചെയ്യുവാണെങ്കിൽ PhD എന്ന് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്, വർഷം നിങ്ങൾ എഴുതണ്ട, ഏത് യൂണിവേഴ്സിറ്റി കീഴിലാണ്. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് പർസ്യൂയിങ് എന്ന് എഴുതുക. പർസ്യൂയിങ് എത്രാമത്തെ വർഷമാണ് PhDയുടെ. നേരെ PG ആണെങ്കിൽ പർസ്യൂയിങ് എത്ര, ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ, കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അത് കാണുമ്പോൾ തന്നെ ഒരു ഇംപ്രഷൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കോളം തികയുന്നില്ലെങ്കിൽ ഒരു പെൻസിലും സ്കെയിലും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഡീഷണൽ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് വൃത്തിയായി നീറ്റായിട്ട് വരയ്ക്കുക. മാക്സിമം കോളങ്ങളുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഫസ്റ്റ് പേജിനകത്ത് നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ നേരെ ആർ യു കറന്റ്ലി എംപ്ലോയിഡ്, ഇതാണ് ആളുകളുടെ ഏറ്റവും പ്രശ്നമുള്ള മേഖല. ആർ യു കറന്റ്ലി എംപ്ലോയിഡ്? ആളുകളുടെ വിചാരം കറന്റ്ലി എംപ്ലോയിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറി അസിസ്റ്റന്റോ അല്ലെ LD ക്ലർക്കോ ഗവൺമെന്റ് സർവീസിൽ മാത്രമാണ് അത് ജോലി. ബാക്കിയൊന്നും ജോലിയായി എഴുതാൻ പാടില്ല. ബേസിക്കലി നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം. നമ്മൾ വെറുതെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ബാഡ് ഇംപ്രഷനാണ്. നേരെ മറിച്ച് നിങ്ങൾക്കൊരു ജോലി ഉണ്ടാവാം. അത് പാർട്ട് ടൈം ആകാം, ഫുൾ ടൈം ആവാം. നിങ്ങൾ എന്ത് ജോലിയും ചെയ്യുന്നതായിക്കോട്ടെ, ആ ജോലി നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. നിങ്ങൾ ഫുൾ ടൈം ആയിട്ടൊരു ജോലി ചെയ്യുന്നുണ്ട്, പാർട്ട് ടൈം ആയിട്ട് മറ്റൊരു ജോലി, രണ്ടും നിങ്ങൾക്ക് എഴുതാം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട്, വീട്ടിൽ ഹോം ട്യൂഷൻ എടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. ചിലരെന്താ പറയുന്നത് ഡിസൈനിങ് ചെയ്യുന്നവരുണ്ട്, ബൊട്ടീക്ക് ചെയ്യുന്നവരുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഓൺലൈനായിട്ട് സെയിൽ നടത്തുന്നവരുണ്ട്. ഫോർ എക്സാമ്പിൾ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സ്റ്റിച്ചിങ് യൂണിറ്റുകൾ ചെയ്യുന്നവരുണ്ട്. പിന്നെ ചിലർ ബ്ലോഗിങ്, ഫോർ എക്സാമ്പിൾ ബ്ലോഗിങ്ങിലൂടെ നിങ്ങൾക്ക് ഏണിംഗ് ഉണ്ടെങ്കിൽ മാത്രം അത് എഴുതുക. ചിലരെന്താ പറയുക ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരാണ്. ഫോർ എക്സാമ്പിൾ വെഡിങ് ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു ഇവന്റിന്റെ ഒക്കെ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഒരു ജോലിക്കും നിങ്ങൾ എന്ത് ജോലിയാണോ അത് കൃത്യമായിട്ട് എഴുതുക. എന്നോട് ഒരാൾ ചോദിച്ചൊരു സംശയമാണ് എൻ്റെ പുറത്താണ്. അയാൾ സബ് ഇൻസ്പെക്ടർ ഇന്റർവ്യൂവിന് പോകണം. അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ ഓട്ടോ ഡ്രൈവർ എന്ന് എഴുതി കഴിഞ്ഞാൽ അവർ മോശമായിട്ട് വിചാരിക്കും. ഓട്ടോ ഡ്രൈവർ സബ് ഇൻസ്പെക്ടർ ആവേണ്ടെന്ന് വിചാരിക്കും. ഒരിക്കലും നിങ്ങൾ എന്താണോ നിങ്ങൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 28 വയസ്സാവും, 29 വയസ്സാവും, 30 ആകാം, 32 ആവാം, എന്തുമായിക്കോട്ടെ. നിങ്ങളെ ജോലി ആ പ്രായത്തിൽ നിങ്ങൾക്ക് ഏണിംഗ് ആവശ്യമാണ്. അപ്പം നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് രീതിയിലാണ് നിങ്ങൾക്ക് ഏണിംഗ് ഉണ്ടാവും കൃത്യമായിട്ട് എഴുതുക. ചിലരോട് ചോദിച്ചാണ് ഞാൻ പ്ലംബിംഗ് ജോലി ചെയ്യുവാണ്, പെയിന്റർ ജോലിയാണ്, അത് എഴുതി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. അത് നിങ്ങൾ ചെയ്യുന്ന ജോലിയായിരിക്കണം. ഓക്കെ, ചെയ്യാൻ പറ്റാത്തൊരു ജോലി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തീരെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, നിങ്ങൾ എഴുതി വെക്കുകയാണ് ഞാൻ ഓൺലൈൻ ട്യൂട്ടറിങ് നടത്തുകയാണ്. അത് വായിക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവും നിങ്ങളൊരു ഓൺലൈൻ ട്യൂട്ടറൊന്നും അല്ല, നിങ്ങളൊരു പ്ലംബർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ എഴുതുന്ന ഓൺലൈൻ ട്യൂട്ടറാണ്. ബട്ട് അത് വായിക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ പ്ലംബിംഗ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കും, നിങ്ങൾക്ക് അത് പറയാൻ അറിഞ്ഞിരിക്കും. കാരണം നിങ്ങളൊന്നും ചെയ്യുന്ന ജോലിയല്ലേ. അപ്പം അതിനെപ്പറ്റി കൃത്യം നിങ്ങൾക്ക് ഒരു ദിവസം എത്ര രൂപ കിട്ടും, നിങ്ങൾ എങ്ങനെയാണ് കൂലി കണക്കാക്കുന്നത് എന്ന് ചോദിച്ചാൽ, അപ്പം ജോലി ചെയ്യുന്നത് എന്ത് ജോലിയുമാണ്, ചെറിയ ചെറിയ ജോലികളോ വലിയ ജോലികളോ. ചിലരെന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറയാം ബൊഗൻ വില്ലയൊക്കെ കൊണ്ട് കളക്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് കൃത്യമായിട്ട് പ്ലാന്റ് ചെയ്ത് സെയിൽ ചെയ്യുന്നവരുണ്ട്. ചിലരെന്ന് പറയുന്നത് ലൈക്ക് പഴങ്ങൾ വിൽക്കുന്നവരുണ്ട്, ചെടികൾ വിൽക്കുന്നുണ്ട്. പിന്നെ അത് വേറൊരു സംശയമാണ്, സാറേ ഞങ്ങൾ പാഷൻ്റെ പുറത്ത് പട്ടിയും പൂച്ചയും വളർത്തിയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്ത് വിൽക്കുന്നുണ്ട്. അതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയാണ്, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അതിലൂടെ ഏണിംഗ് ഉണ്ടാകും. ജോബ് മീൻസ് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഡേ ടു ഡേ അഫയേഴ്സ് മീറ്റ് ചെയ്യാനുള്ള പൈസ നിങ്ങൾ എങ്ങനെയാണ് ഏൺ ചെയ്ത് അത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ സാറേ എൻ്റെ ഡേ ടു ഡേ അഫയേഴ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മോഷ്ടിക്കാൻ പോകണം ചെയ്ത് അങ്ങനെയൊന്നും എഴുതി വെക്കരുത്. നേരെ മറിച്ച് ജെനുവിൻ ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് എഴുതാം. ജോലി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജോലി എന്നുള്ളത് എന്തെങ്കിലും നിങ്ങൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നേരെ മറിച്ച് ചിലരെന്ന് പറയുന്നത് വീട്ടിൽ ഒരു ജോലികളും ചെയ്യുന്നില്ല, ഹോം മേക്കറാണ്, ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം എഴുതാൻ ഒന്നുമില്ലെങ്കിൽ മാത്രം അത് ലീവ് ചെയ്യുക. അതർവൈസ് നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി, ഫോർ എക്സാമ്പിൾ ചിലർ സ്റ്റിച്ച് ചെയ്ത്, ഫോർ എക്സാമ്പിൾ വീട്ടിലിരുന്നിട്ട് നൈറ്റി, ബ്ലൗസ്, ചുരിദാറൊക്കെ തയ്ച്ചു, നിങ്ങൾക്കത് എഴുതാം. ടൈലറിങ് ധൈര്യമായിട്ട് എഴുതാം, ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ഒരാളോട് ചോദിച്ചു, ആൾ PGക്ക് പഠിക്കുകയാണ്, നോൺ വർക്കിംഗ് ഡേയ്സിൽ കേറ്ററിംഗ് ജോലിക്ക് പോകുന്നുണ്ട്, അത് എഴുതാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാം. കേറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ട് ആ ജോലിക്ക് പോകുന്നു, പാർട്ട് ടൈം ബ്രാക്കറ്റ് നിങ്ങൾ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളോട് പറയും സാറേ എനിക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സുള്ളൂ, ശനിയും ഞായറും ഞാൻ കേറ്ററിംഗിൻ്റെ വർക്കിന് പോകുന്നുണ്ട്. നിങ്ങൾ എംപ്ലോയിഡ് ആണ്. ദാറ്റ് ഷോസ് ദാറ്റ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ മനസ്സുണ്ട്. ദാറ്റ് ഷോസ് ദാറ്റ് നിങ്ങൾക്ക് എന്താ പറയുക കമ്മിറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾക്ക് ഫാമിലിയോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, സൊസൈറ്റിയോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇതെല്ലാം കാണിക്കുന്നുണ്ട്.
ബട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എഴുതാവുള്ളൂ, ചെയ്യാത്ത കാര്യം എഴുതുന്നത്. പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ്. പ്ലീസ് മെൻഷൻ ദ നേച്ചർ ഓഫ് ഫങ്ഷൻസ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി. അതായത് നേരത്തെ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താ പറയുക, ഇപ്പോൾ സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ഡെയിലി വേജിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് ജോലി, എന്ത് ഇപ്പോൾ LPST ആയിട്ടാണ് വർക്ക് ചെയ്തെങ്കിൽ LPST ആയിട്ട് എത്ര വർഷം, ഏത് സ്കൂളിൽ, കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. നേരെ മറിച്ച് നിങ്ങൾ പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ അടുത്ത് സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്ത്, എന്നാ പ്രശ്നം, നിങ്ങൾ സെക്യൂരിറ്റി സ്റ്റാഫ് ആയിരുന്നു, നിങ്ങൾ നേരിട്ട് എഴുതുക. നേരെ മറിച്ച് നിങ്ങളൊരു ഒരു തുണിക്കടയിൽ സെയിൽസ് സ്റ്റാഫ് ആയിരുന്നു, ഒരു പ്രശ്നമില്ല, നിങ്ങൾ സെയിൽസ് സ്റ്റാഫ് ആയിരുന്നു, ആ കടയുടെ പേര് എഴുതുക, എത്ര വർഷം നിങ്ങളുടെ വർക്ക് ചെയ്തു, കൃത്യമായിട്ട് എഴുതുക. നെക്സ്റ്റ് വൺ, ആർ യു കറന്റ്ലി ഇൻക്ലൂഡഡ് ഇൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ബൈ ദ KPSC. കറന്റ്ലി ഇൻക്ലൂഡഡ്, ദാറ്റ് മീൻസ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാത്ത ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ അത് എഴുതുമ്പോൾ ഉണ്ടെങ്കിൽ yes എന്ന് എഴുതിയിട്ട് 1, ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് കാറ്റഗറി നമ്പർ ഹൈഫൻ, അതിനുശേഷം ആ പോസ്റ്റിന്റെ പേര്, അതിനുശേഷം റാങ്ക് എന്നിട്ടിട്ട് റാങ്ക് എത്രയാണോ റാങ്ക് എഴുതുക. നേരെ മറിച്ച് സപ്ലിമെന്ററി ലിസ്റ്റിലാണെങ്കിൽ സപ്ലിമെന്ററി ഏത് കാറ്റഗറിയാണ് ഹൈഫൻ റാങ്കിന്റെ പേര്. ഇനി ഫോർ എക്സാമ്പിൾ ചിലരോട് ചോദിച്ചു ഒത്തിരി റാങ്ക് ലിസ്റ്റ് ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം, ഒത്തിരി റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള പ്രീമിയം റാങ്ക് ലിസ്റ്റുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു പോസ്റ്റിനെ മോശമായിട്ട് കാണുമല്ല, മനസ്സിലാക്കാനുള്ള രീതിയിൽ ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്. ഇപ്പം നിങ്ങൾ ഒരു LDC റാങ്ക് ലിസ്റ്റിലുണ്ട്, നേരെ മറിച്ച് നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റിലും അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിന്റെ റാങ്ക് ലിസ്റ്റിലും ഉണ്ട്. നിങ്ങൾക്ക് 2 എഴുതാൻ ഇടയുള്ളൂ. അപ്പോൾ നിങ്ങൾ LDC ഒഴിവാക്കിയിട്ട് ഹയർ സെക്കൻഡറി ടീച്ചറും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എഴുതുക. ഇനി നേരെ മറിച്ച് LDC ഡിസ്ട്രിക്റ്റിലെ ഫസ്റ്റ് റാങ്ക്, അപ്പോൾ എന്ത് ചെയ്യണം, അത് ആദ്യം എഴുതണം. കാരണം എന്താണ്, ദാറ്റ് മേക്ക് എ ഗുഡ് ഇംപ്രഷൻ. ഓക്കെ, ഇനി താഴോട്ട് വരുമ്പോൾ ഒക്യുപ്പേഷൻ ഓഫ് ദി ഓക്കെ. ഇനി മദർ എന്ന് പറയുന്നിടത്ത് അമ്മയുടെ ജോലി എന്താണ്, അമ്മ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ. ഫോർ എക്സാമ്പിൾ അമ്മ ഒരു ടൈലറാണെന്ന് എഴുതുക. അമ്മ എന്താ പറയുക, ഇപ്പോൾ അല്ലെങ്കിൽ ഹൗസ് വൈഫ് എന്ന് ഒരിക്കലും എഴുതരുത്, നിങ്ങൾ എന്തെങ്കിൽ ഹോം മേക്കർ അല്ല മലയാളത്തിൽ എഴുതുന്നെങ്കിൽ ഗൃഹനാഥ എന്ന് എഴുതണം. അപ്പോൾ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, അങ്ങനെയാണ് എങ്കിൽ അമ്മ തൊഴിലുറപ്പിന്റെ ജോലിക്ക് പോകുന്നുണ്ട്, അത് എഴുതുന്നതിന് പ്രശ്നമുണ്ടോ. അപ്പോൾ നമുക്കറിയാം തൊഴിലുറപ്പിന്റെ പേര് മാറി. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണം, നിങ്ങൾ VBG റാംജി എംപ്ലോയർ അല്ല എംപ്ലോയർ എന്ന് എഴുതണം. ഓക്കെ, സോ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഈ VBG റാംജി, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. സോ നിങ്ങളുടെ അമ്മ അതിന് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എഴുതാം. അച്ഛൻ്റെ ജോലി എന്താണ്, കൃഷിപ്പണിയാണെങ്കിൽ ഫാർമറാണ്, അല്ലെങ്കിൽ എന്താ ഡ്രൈവറാണ്, ഓട്ടോ ഡ്രൈവറാണ്, അല്ലെങ്കിൽ ലോഡിംഗ് ആണെങ്കിൽ. പിന്നെ എഴുതുമ്പോൾ അല്പം കൂടി നല്ല ഭാഷയിലുള്ള വാക്കുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ഏത് ജോലിക്കും നിങ്ങൾ ChatGPTയിലോ ജെമിനിയിലോ വാട്സപ്പ് AIയിലോ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇച്ചിരി പോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വേർഡ്സ് കിട്ടും, അത് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ, സഹോദരിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എഴുതുക. നേരെ മറിച്ച് നിങ്ങൾക്ക് 2 സഹോദരിമാരുണ്ട്, ഒന്നെന്നിട്ട് ഒന്നാമത്തെ സഹോദരി മൂത്ത സഹോദരിയുടെ ജോലി എന്താണെന്ന് എഴുതുക, രണ്ടാമത്തെ എഴുതുക. അപ്പം അത് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെ വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി വലുതായിട്ട് ഫില്ല് ചെയ്യാൻ വരാത്ത ഒരു കോളമാണ് ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് പറയുന്നത്. ആർ യു കൺവിക്റ്റഡ് ബൈ എ കോർട്ട് ഓഫ് ലോ, ഗീവ് ഡീറ്റെയിൽസ്, ഇസ് ദർ ഈസ് എനി ക്രിമിനൽ ചാർജ് അഗൈൻസ്റ്റ് യു, ഇഫ് സോ ഗീവ് ഡീറ്റെയിൽസ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കേസിനകത്ത് കോടതി നിങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ യെസ്, അതിന് വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുക. ക്രിമിനൽ ചാർജ് നിങ്ങൾക്കെതിരെ ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ട്, എന്താണ് ഡീറ്റെയിൽ. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് വണ്ടി ഓടിച്ചു പോയ സമയത്ത് ആക്സിഡന്റിനെ പറ്റി ആ കേസ് ഇപ്പോൾ ട്രയലിൽ കിടക്കൊണ്ട് നിങ്ങൾ ആ ഡീറ്റെയിൽ കൃത്യമായിട്ട് കൊടുക്കുക. ഇനി അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, യുവർ ഹോബീസ്. എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള ഉത്തരവാണ്, എനിക്ക് പ്രത്യേകിച്ച് ഹോബിയൊന്നും ഇല്ല, സോ ഐ ഡോണ്ട് ഹാവ് എ ഹോബി എന്ന് എഴുതിയാലോ. സോ ദാറ്റ് മേക്സ് യു ഡം. ഞാൻ ആ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന ഒരു സമയത്ത് ചെയ്യാൻ ഒരു കാര്യം പോലും ഇല്ല എങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളെപ്പറ്റി പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷനിൽ എത്തിയതിന് ശേഷം നിങ്ങളുടെ മുൻപിൽ വരുന്ന ആളുകളെ നിങ്ങൾ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും? ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ ഹോബിയായിട്ട് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പല ക്ലാസ്സുകാർ നടത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വെറുതെ ഇരിക്കുക, ചുമ്മാ ഇരുന്ന് ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഈ വക സാധനങ്ങളൊന്നും എഴുതി വെക്കരുത്. എഴുതി വെച്ചാൽ നിങ്ങൾ ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾ നിങ്ങളെ വലിച്ചു കീറും. കൃത്യമായിട്ട് ഞാൻ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. ഈ വിധത്തിലുള്ള ഫോളിഷ്നെസ്സുകൾ ഹോബിയായിട്ട് എഴുതരുത്. വെറുതെ ഇരിക്കുക, ചുമ്മാ ഇരുന്ന് ഫുഡ് കഴിക്കുക, ഉറങ്ങുക, പിന്നെന്താ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അതായത് ലൈക്ക് നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഈ വ്യക്തി ഒരു ഫൂളാന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഹോബിയായി നിങ്ങൾ എഴുതി വെക്കരുത്.
ഓക്കെ. നേരെ മറിച്ച് എന്താണ് ഹോബി? നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്കൊരു ഹോബിയായിട്ട് എഴുതാം. മിക്കവാറും ലേഡീസ് കൃത്യമായിട്ട് എഴുതുന്ന ഒരു ഹോബിയാണ്. ഒന്ന് ഗാർഡനിങ്, രണ്ട് കുക്കിംഗ്. അവിടുത്തെ ഒരു പ്രശ്നം കൂടി ഞാൻ പറയാം. നിങ്ങൾ കുക്ക് ചെയ്യുന്നത് നിങ്ങളുടെ കുട്ടിക്കും വീട്ടുകാർക്കും അല്ല നിങ്ങൾക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് നിങ്ങളുടെ ഹോബിയല്ല. നേരെ മറിച്ച് നിങ്ങളൊരു സാധനം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ മുഖത്തു നിന്ന് ഒരു ചിരി കാണുമ്പോൾ അല്ലെങ്കിൽ ഹാപ്പി അവർ എൻജോയ് ചെയ്ത് കഴിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹോബിയാണ്, അത് നിങ്ങളുടെ ഒരു പാഷനാണ്. നേരെ മറിച്ച് നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളുടെ അച്ഛനോ ആരെങ്കിലും 1 കിലോ മീൻ മേടിച്ചുകൊണ്ട് വന്ന സമയത്ത് ഓ ഇന്ന് മീൻ മേടിച്ചുകൊണ്ട് വന്നു ഞാൻ കറി വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ കറി വെക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഹോബി അല്ല. പിന്നെ എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടൊരു ഹോബി എഴുതുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം അതിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടാവും, അതിനെക്കുറിച്ച് നിങ്ങളുടെ പിന്നെ ഹോബി എഴുതുമ്പോൾ ഹോബി സ്പെസിഫൈഡ് ആയിട്ട് വേണം എഴുതാനായിട്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. എന്ത് പാട്ട്, ഏത് ഭാഷയിലെ പാട്ട്. എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. എന്ത് ബുക്ക്, ഏത് ബുക്കിലും. ചിലരുടെ ഒരു പ്രശ്നം ബുക്ക് വായിക്കാൻ ഇഷ്ടമാണെന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ബുക്ക് വായിക്കാൻ എഴുതിയ മലയാള സാഹിത്യത്തിലെ എല്ലാ ആൾക്കാരുടെയും ബുക്കും കഥാകൃത്തിന്റെ പേരും ഞാൻ അറിയാം. ഒരിക്കലുമില്ല. നിങ്ങൾക്കൊരു 10 ബുക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ 10 ബുക്കേ വായിച്ചുള്ളൂ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളതാ വായിക്കുന്നത്, യാതൊരു പ്രശ്നമില്ല. പക്ഷെ ചോദിക്കും ബുക്ക് വായിക്കാൻ ഇഷ്ടം, നിങ്ങൾ വായിച്ച 5 പുസ്തകത്തിന്റെ പേര് പറയുമോ കഥാകൃത്ത്, അത് നിങ്ങൾക്ക് പറയാൻ അറിയണം. അല്ലാതെ ബുക്ക് വായിക്കാൻ ഇഷ്ടം ഒരു പുസ്തകം പോലും വായിച്ചില്ല എന്ന് വരരുത്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടം, അവർ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ ഗാർഡനിൽ എന്തൊക്കെ ഫ്ലവറുകളാണുള്ളത്, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിഞ്ഞിരിക്കണം. ഓക്കെ. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഹോബിയായിട്ട് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ഡോഗ്സ്. ഓക്കെ, നിങ്ങൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ഒരു 4 ബ്രീഡ് പട്ടിയുടെ പേര് പറയുക, അതിന്റെ പ്രത്യേകത എന്താണെന്ന് അത് നിങ്ങൾക്ക് പറയാം. കാരണം നിങ്ങളുടെ ഹോബിയാണ്, നിങ്ങളുടെ ഹോബിയെ പറ്റി നിങ്ങൾക്ക് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവണം. ഓക്കെ. സോ ഹോബി എന്ന് പറയുന്നത് നമുക്ക് ഏണിംഗ് ഉണ്ടാവേണ്ട സ്ഥലമല്ല. നേരെ മറിച്ച് ഹോബിയിലൂടെ നിങ്ങൾക്ക് ഏണിംഗ് ഉണ്ടാവും തെറ്റാണ്, ഒരിക്കലുമല്ല. നിങ്ങൾക്ക് പട്ടികളെ വളർത്താൻ ഇഷ്ടമാണ്, നിങ്ങൾ വളർത്തുന്നു, അതിനെ ബ്രീഡ് ചെയ്യുന്നു, അതിന്റെ കുഞ്ഞുങ്ങളെ വിൽക്കുന്നു, നിങ്ങൾക്കത് ഹാപ്പിനെസ് ഉണ്ട്, നിങ്ങളതിൽ ഏണിംഗ് ഈസ് നോട്ട് എ ക്രൈം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഏണിംഗ് ഈസ് നോട്ട് എ ക്രൈം. നിങ്ങളൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നു, അതിലൂടെ ഏണിംഗ് ഉണ്ടാവുന്നു എന്നുള്ളത് യാതൊരു രീതിയിലൊരു പ്രശ്നമല്ല. ഇനി കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റോട് കൂടി അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടു കൂടി കുക്ക് ചെയ്യുന്ന ആണുങ്ങളുണ്ട്, അത് എഴുതുന്നത് വളരെ നല്ലത്. കാരണം അതുകൊണ്ടല്ല, ഇത് ഞാനൊരു സ്റ്റീരിയോടൈപ്പിക് ആയിട്ട് പറയുമല്ല, നേരെ മറിച്ച് പെൺകുട്ടികൾ പലപ്പോഴും കുക്കിംഗ് എഴുതുമ്പം അവർ പാഷനോടുകൂടി ചെയ്തിട്ട് ആ കുക്കിംഗ് എഴുതുമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കോ. നേരെ മറിച്ച് ലൈക്ക് എന്താ പറയുക, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഹോബിയായിട്ട് എഴുതും. പക്ഷെ ആൺകുട്ടികൾ പലപ്പോഴും, ഞാൻ കണ്ടൊരു ഒബ്സർവേഷൻ വെച്ച് പറയാണ്, ചിലരെന്താ പറയുന്നത് എല്ലാ ദിവസവും കുക്ക് ചെയ്യില്ല, ആഴ്ചയിൽ 2 ദിവസം കൂടുമ്പോൾ, അല്ലെ ആഴ്ചയിൽ 2 ദിവസം, അല്ലെ ആഴ്ചയിൽ 1 ദിവസം ഒരു നേരം അവരെന്തെങ്കിലും കുക്ക് ചെയ്യും. ചിലപ്പോൾ അവരൊരു ബിരിയാണി ഉണ്ടാക്കും, ചിലപ്പോൾ ഒരു പായസം വെക്കും, ചിലപ്പോൾ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കും, അവരിത് വളരെ ഇൻട്രസ്റ്റോടെ ഒരു ജ്യൂസ് ഉണ്ടാക്കും, ചിലപ്പോൾ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കും, അവരിത് വളരെ ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുന്നത്. പിന്നെ ആൺകുട്ടികൾ കുക്കിംഗ് ചെയ്യും എന്ന് പറയുന്നത് പലപ്പോഴും, പ്രത്യേകിച്ച് ഇന്റർവ്യൂ ബോർഡിൽ ഒരു ലേഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരത് വായിക്കുമ്പോൾ അവർക്ക് വളരെ താല്പര്യം. അത് ഞാൻ തെറ്റായിട്ട് പറയുകയല്ല, അതൊരു വളരെ പോസിറ്റീവ് ഇംപ്രഷൻ. നേരെ മറിച്ച് ആണുങ്ങൾക്കാണെങ്കിൽ പോലും അതിനോടൊരു താല്പര്യമുണ്ട്. നിങ്ങൾ കുക്ക് ചെയ്യുന്ന ഒരു 4 സാധനങ്ങളുടെ പേര് പറയുക, നിങ്ങൾക്ക് പറയാനറിയണം. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം, ചപ്പാത്തി ഉണ്ടാക്കും, നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെറിയ സാധനം, നിങ്ങൾ ഇപ്പം എന്താ പറയുക, നിങ്ങൾ നല്ല ജ്യൂസ് ഉണ്ടാക്കും, നിങ്ങൾ നല്ല ഷേക്ക് ഉണ്ടാക്കും, അത് വലിയ ക്വസ്റ്റ്യനൊന്നും അല്ല. അതുകൊണ്ട് എനിക്കത് പറയാം, ഒരിക്കലും നിങ്ങൾ എന്താണോ കുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റണം. ഓക്കെ, കുക്കിംഗ് എഴുതാം, ഒരു പ്രശ്നമില്ല. ഇപ്പം ചിലരെന്താ പറയുന്നത്, റെഗുലറായിട്ട് കൃത്യമായിട്ട് ഡയറി എഴുതുന്നവർക്ക് ഡയറി എഴുതാം, ജേണലിങ് ചെയ്യുന്നവരുണ്ട്, ഒക്കെ ജേണലിങ് എഴുതാം. അതിനൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം, യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പക്ഷേ നിങ്ങൾക്ക് അതിലൂടെ സന്തോഷം ഉണ്ടാവണം, ആരുടെ നിർബന്ധം കൊണ്ട് ചെയ്യുന്ന കാര്യം ഉണ്ടാവരുത്. പിന്നെ ഹോബി എന്തെഴുതുന്നു വളരെ ക്യാച്ച് ആയിട്ട് എഴുതുക. നിങ്ങളുടെ ഹോബിയെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടാവും, ഉറപ്പാണ്. പിന്നെ നിങ്ങൾ ലേസിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണ്, നിങ്ങൾ എന്ത് കാര്യം ഏൽപ്പിച്ചാലും ചെയ്യില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഹോബികളൊന്നും എഴുതരുത്. ഇൻ കേസ് നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ മാത്രമാണ് ഇഷ്ടം എന്നും പറഞ്ഞ് ഉറക്കമാണ് ഹോബി എന്ന് എഴുതരുത്. ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു ഹോബിയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യുന്ന ഒരു 14 ദിവസമുണ്ട്, നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള കുറച്ച് പാട്ട് കേൾക്കാം. ഓക്കെ. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഹോബി കണ്ട ഒരാൾ എഴുതിയ ഹോബി നടക്കുക. അപ്പം അയാളോട് ചോദിച്ചു എന്തുകൂടെ നടക്കുക. സാർ, എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സമയം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് എൻ്റെ പറമ്പിൽ കൂടെ നടക്കുക, ഇതാണ് എൻ്റെ ഹോബി. വളരെ വെറൈറ്റിയുടെ ഹോബിയാണ്. അപ്പോൾ അയാൾ കൃത്യമായിട്ട് പറഞ്ഞൊരു 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് എനിക്ക് എൻ്റെ കാലിൽ ചെരുപ്പിടാതെ എൻ്റെ പറമ്പിൽ കൂടെ ഒരു 1/2 മണിക്കൂർ നടന്നിട്ട് വരുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം.
എന്താ തെറ്റിരിക്കുന്നത്? അയാൾ അതിനകത്ത് ഹാപ്പിനെസ് ലൈക്ക് അപ്പോൾ അയാൾ പറഞ്ഞത് എനിക്കതിനകത്ത് ഫ്രഷ് എയർ കിട്ടും. ചിലപ്പോൾ ഞാൻ നടക്കുന്ന സമയത്ത് എനിക്കൊരു മാങ്ങാപ്പഴം കാണും, ഞാൻ ഒരു പേരയ്ക്ക കാണും, ഒരു ചക്കപ്പഴം കാണും, ഞാനത് പറിക്കും, ഞാൻ കഴിക്കും. എന്നിട്ട് ഞാൻ അതിനകത്തോടെ ഇങ്ങനെ ഒച്ചയൊക്കെ കേട്ടങ്ങ് നടക്കും. ഇറ്റ്സ് എ വെരി ഗുഡ് ഹോബി. അത് തെറ്റെന്തായിരിക്കുന്നത്? സി എനിത്തിങ് ദാറ്റ് ഈസ് പോസിറ്റീവ്ലി സ്ട്രൈക്സ് യു. നിങ്ങളെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന എന്ത് കാര്യത്തെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബിയായിട്ട് എഴുതാം. നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഹോബിയായിട്ട് ദയവ് ചെയ്ത് എഴുതരുത്. ഓക്കെ, ഇനി ഇനി അടുത്ത ചോദ്യം കുറേ എക്സ്പ്ലനേഷനാണ്. യുവർ ഇൻട്രസ്റ്റ്, പാർട്ടിസിപ്പേഷൻ, അച്ചീവ്മെന്റ്. പലരും എന്തെങ്കിലും കാര്യം കേട്ട് ആകെ കാണുന്നൊരു വാക്കാണ് അച്ചീവ്മെന്റ്. അതായത് ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെങ്കിൽ എനിക്ക് കൾച്ചറൽ ആക്ടിവിറ്റി ഉണ്ട്. അവർ ചോദിച്ചതാ നിങ്ങളുടെ താല്പര്യം, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നിങ്ങളുടെ അച്ചീവ്മെന്റ്. കോമ പോലുമല്ല, നോക്കിക്കേ, ഓറാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് നമുക്ക് ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഒന്ന് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഓടാത്തവരും ചാടാത്തവരും ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ചില ഏരിയകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ ആയിട്ട് നടക്കുന്ന ചെറിയ ചെറിയ കളികളൊക്കെ ഉണ്ട്. പലയിടത്തും ഇപ്പം ഇല്ല എങ്കിൽ പോലും ഉണ്ട്. അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ചില ടർഫിൽ പോയി ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട്, ടർഫിൽ പോയി ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് അത് എഴുതാം. ടർഫിൽ പോയി ഫുട്ബോൾ കളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫിഫ വന്ന് നിങ്ങൾക്ക് അവാർഡൊന്നും തരാൻ പോകുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് യുവർ ഇൻട്രസ്റ്റ്. നേരെ മറിച്ച് ചിലർക്ക് സ്പോർട്സ് ഇവന്റ് കാണാനാണ് ഇഷ്ടം, നിങ്ങൾക്കത് എഴുതാം, ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ചിലരുടെ ഏറ്റവും ഇഷ്ടമുള്ള കായിക വിനോദം എന്ന് പറയുന്നത് നടക്കുകയാണ്. അവരുടെ ഹോബി പോലെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നടക്കുക. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്, അവർക്ക് നടക്കാനാണ് ഇഷ്ടം. സോ അവരുടെ സ്പോർട്ട് ആക്ടിവിറ്റി ആയിട്ട് നടക്കരുത്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് യോഗ ഒരു ഹോബി, സ്പോർട്സ് ഏറ്റെഴുതാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് യോഗ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോഗ നിങ്ങൾക്ക് എഴുതാം. നിങ്ങളിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഓൾ ഇന്ത്യ പ്രൈസ് കിട്ടിയോ, ഓൾ ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് കിട്ടിയോ, അതൊന്നും നോക്കിയിട്ടല്ല നിങ്ങളുടെ ഹോബി നിങ്ങളുടെ സ്പോർട്സ് ഇൻട്രസ്റ്റ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ചെറുതായിട്ട് ചെയ്യുന്നവരായിക്കോട്ടെ, വലുതായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ വലിയ അച്ചീവ്മെന്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്പോർട്സ് ചിലർ ചോദിക്കും, സാറേ ഞാൻ ലൈക്ക് എന്താ പറയുക, സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് ലെവൽ, നിങ്ങൾ ഡിസ്ട്രിക്ട് ലെവൽ ചാമ്പ്യൻ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, മാർഷ്യൽ ആർട്സ് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാം. രണ്ടാമത്തേതാണ് കൾച്ചറൽ ആക്ടിവിറ്റി. കൾച്ചറൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു സ്റ്റേജ് ആക്ടിവിറ്റി, നിങ്ങളൊരു എന്താ പറയുക സ്റ്റേജ് ഇവന്റിന് സ്റ്റേജിൽ നിങ്ങൾ ഒന്ന് പ്രസംഗിച്ചതാവാം, പാട്ട് പാടിയതാവാം, ഡാൻസ് കളിച്ചതാവാം. ഈ പലപ്പോഴും പലരും എഴുതാതെ പോകുന്ന ഒരു കൾച്ചറൽ ആക്ടിവിറ്റിയാണ് മാസ്റ്റർ ഓഫ് സെറിമണി. ഏറ്റവും അധികം കോൺഫിഡൻസ് വേണ്ട ഒരു സാധനത്തിൽപ്പെട്ട മാസ്റ്റർ ഓഫ് സെറിമണി. കാരണം മാസ്റ്റർ ഓഫ് സെറിമണീസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഒരു പബ്ലിക് ഫംഗ്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ, ഫോർ എക്സാമ്പിൾ വെഡിങ്, ബാപ്റ്റിസം, എൻഗേജ്മെന്റ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇതിന് വന്നിരിക്കുന്ന 1000 പേരിൽ 500 പേരുടെ മുമ്പിൽ കയറി നിന്ന് മൈക്കിലൂടെ കൃത്യമായ ഫംഗ്ഷനെ ഒന്നാമത്തെ കാര്യം അവിടെ വേണ്ട 1-2 സ്കില്ലുണ്ട്. ഒന്ന്, നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ. മാസ്റ്റർ ഓഫ് സെറിമണി പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ കൃത്യമായിട്ട് വേണം. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. 2, 3 നിങ്ങൾക്ക് കോർഡിനേഷൻ വേണം. നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഫംഗ്ഷൻ മുഴുവൻ നടക്കുന്നത്. 4-മത്തെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വേണം. ഇതൊന്നുമില്ലാതെ ആർക്കും നടപ്പോയിട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മാസ്റ്റർ ഓഫ് സെറിമണി ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാസ്റ്റർ ഓഫ് സെറിമണി ചെയ്യുന്ന വ്യക്തിയാണ്. മാസ്റ്റർ ഓഫ് സെറിമണി ഫോർ ഈവെന്റ്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ടുണ്ട്. നിങ്ങളത് എന്താ പറയുക, നിങ്ങൾ മാസ്റ്റർ ഓഫ് സെറിമണി ചെയ്യുന്നത് നിങ്ങളുടെ ക്ലോസ് സർക്കിളുള്ള ഫാമിലിയുടെ ഫംഗ്ഷൻ, എന്നാ കുഴപ്പം, ധൈര്യമായിട്ട് എഴുതും. നിങ്ങൾ ആരും എന്താ പറയുക, ലൈക്ക് എല്ലാവരും ഭീമ ജ്വല്ലറിയുടെ ഇനാഗുറേഷന്റെ മാസ്റ്റർ ഓഫ് സെറിമണി ആയിരിക്കണം നിർബന്ധം. നിങ്ങൾ ചെറിയ ഫംഗ്ഷനോ വലിയ ഫംഗ്ഷനോ നിങ്ങൾ മാസ്റ്റർ ഓഫ് സെറിമണി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാസ്റ്റർ ഓഫ് സെറിമണി കൃത്യമായിട്ട് എഴുതുക. അടുത്തെന്ന് പറയുന്നത് സോഷ്യൽ ആക്ടിവിറ്റി. സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേഴ്സണലായിട്ട് ചികിത്സാ സഹായങ്ങൾ കൊടുത്തതാവാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ പൈസ പിരിച്ചു കൊടുത്താവാം, വീട് വെച്ച് കൊടുത്താവാം. ഫോർ എക്സാമ്പിൾ പല ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പള്ളിയായിട്ടൊക്കെ അസോസിയേറ്റ് ആയ KCYM പോലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. അമ്പലങ്ങളിലെ ചില യൂത്ത് മൂവ്മെന്റുകളുണ്ട്, മദ്രസകളിലുണ്ട്. അവരെല്ലാം കൂടി ചേർന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലീനിങ് ആക്ടിവിറ്റിക്ക് പോയതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫ്ലഡ് റിലീഫ് പ്രോഗ്രാമിന് പങ്കെടുത്തതാവാം. ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോഗ്രാമിലോ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അടുത്ത വോളണ്ടിയറിങ്. നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടത്തോടെ നിങ്ങൾ ചെയ്ത എന്തൊക്കെ വോളണ്ടറിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയ വോളണ്ടറി ആക്ടിവിറ്റി ആകാം. പിന്നെ വോളണ്ടറി ആയിട്ട് ഇപ്പോൾ റൂറൽ ഏരിയയിലെ കുട്ടികളെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില പ്രോഗ്രാം ഒക്കെ ഉണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ, അതായത് നമ്മുടെ ആദിവാസി മേഖലകളൊക്കെ പോയി ചേർന്ന് അവർക്ക് വേണ്ടി എന്താ പറയുക അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നു. പിന്നെ ചില എന്താ പറയുക വോളണ്ടറി ഓർഗനൈസേഷൻസ് ഉണ്ട്, അവർ എന്താ ഫ്രീ ആയിട്ട് PSC കോച്ചിങ് കൊടുക്കുന്നു, ഫ്രീ ആയിട്ട് നെറ്റ് എക്സാമിന്റെ കോച്ചിങ് കൊടുക്കുന്നു. അതിൽ നിങ്ങൾ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടോ, പേപ്പർ വാല്യൂഷന് പോയിട്ടുണ്ടോ, നിങ്ങൾ വോളണ്ടറി ആയിട്ട് പൈസ വാങ്ങാതെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഒരാൾ ചെയ്ത വോളണ്ടറി ആക്ടിവിറ്റി ആയിരിക്കില്ല
മറ്റൊരു വ്യക്തി ചെയ്തിട്ടുണ്ടാവുക. സയൻസ് ആൻഡ് ടെക്നോളജി, ഇതാണ് ഏറ്റവും രസകരമായ ഫീൽഡ്. ഇതിനകത്ത് ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ BA ഹിസ്റ്ററിയോ BA പൊളിറ്റിക്കൽ സയൻസോ +2 ഹ്യൂമാനിറ്റീസോ പഠിച്ചവരുടെ ആദ്യത്തെ കൺക്ലൂഷനാണ് ഇവർക്കും സയൻസുമായി യാതൊരു ബന്ധവുമില്ല. അതല്ല, എല്ലാവർക്കും സയൻസുമായിട്ട് ബന്ധമുണ്ട്. എല്ലാവരും സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു, നിങ്ങളിപ്പോൾ ഏതെങ്കിലും വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി നന്നാക്കുന്ന വർക്ക്ഷോപ്പിൽ പോയത് വർക്ക്ഷോപ്പ്, സയൻസ് വർക്ക്ഷോപ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, സയൻസ് സെമിനാറുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് എഴുതാം. നേരെ മറിച്ച് നിങ്ങൾ NPTEL അല്ലെ സ്വയത്തിൻ്റെ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എഴുതാം. ഇനി സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ PhD ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് പേപ്പർ പബ്ലിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ആ പേപ്പർ പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആ പേപ്പർ പബ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അവിടെ എഴുതാം. നേരെ മറിച്ച് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും വർക്കിംഗ് മോഡലുകൾ ഉണ്ടാക്കുക, നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു പുതിയൊരു സാധനം ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വലിയ ആനപ്പെട്ട ടെക്നോളജിയോ സ്കില്ലോ, നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടെക്നോളജി സ്കില്ലുകൾ നിങ്ങൾക്ക് അറിയോ? വീഡിയോ എഡിറ്റിംഗ് സ്കില്ലുകൾ അറിയുമോ? അഡ്വാൻസ്ഡ് കണ്ടന്റ് ക്രിയേറ്റിംഗ് സ്കില്ലുകൾ നിങ്ങൾക്ക് അറിയുമോ? അല്ലെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷണൽ കണ്ടന്റുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? എഡ്യൂക്കേഷൻ കണ്ടന്റ് നിങ്ങൾ ഡെലിവറി, ഓൾ ദീസ് ആർ ടെക്നോളജി. സോ നമ്മൾ കാലത്തിനനുസരിച്ച് മാറണം. പുതുതായിട്ട് വരുന്ന അഡ്വാൻസ് ടൂളുകൾ, AI ടൂളുകൾ എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ എന്തൊക്കെയാണ് കണ്ടത് നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യം, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു എന്താ പറയുക മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, അല്ലെങ്കിൽ AI ഇൻ ലിംഗ്വിസ്റ്റിക്സ്, ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട AI ടൂളുകൾ, അല്ലെങ്കിൽ AI ഇൻ റിസർച്ച്, അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പർട്ടിക്കുലർ കോഴ്സ് ചെയ്യുകയാണ്, ഹൗ ടു യൂസ് എക്സൽ പ്രോപ്പർലി, ഏതൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജാവയെ പറ്റി, പൈത്തനെ പറ്റി നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. NCC സ്കൗട്ട് ആൻഡ് ഗൈഡ്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് അതിനകത്ത് ഒത്തിരി എഴുതാൻ കാണുമായിരിക്കും. പക്ഷേ പഴയ ആളുകൾക്ക് ഇപ്പോൾ NCC സ്കൗട്ട് ആൻഡ് ഗൈഡ് ഒന്നും ഉണ്ടാവില്ല. അവർ പഠിച്ച സമയത്ത് അവിടെ ആകെ ഉണ്ടായിരുന്നത് ജൂനിയർ റെഡ് ക്രോസ് മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തെഴുതുക? ഇവിടെ നിങ്ങൾ മലയാളത്തിൽ എഴുതുവാണെങ്കിൽ ഇവയിൽ പറഞ്ഞതൊന്നുമില്ല. ഓക്കെ, നോട്ട് എമംഗ് ദ മെൻഷൻഡ്, ഇവയിൽ പറഞ്ഞൊന്നുമില്ലെന്ന് മലയാളത്തിൽ എഴുതുക, അല്ലെങ്കിൽ അത് ഇംഗ്ലീഷിൽ എഴുതിയതിനു ശേഷം നിങ്ങൾ എന്തെഴുതുക? നിങ്ങളിപ്പോൾ നേരെ മറിച്ച് ആ സമയത്ത് ഉണ്ടായിരുന്നത് ജൂനിയർ റെഡ് ക്രോസിലോ NSSലോ ബുൾബുള്ളിലോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. Please mention briefly about the motivating factors for your aspiration to become a civil servant. എപ്പോഴും ഇത് എഴുതുമ്പോൾ എല്ലാ ജോലിക്കും ഒരേപോലെ എഴുതാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ടീച്ചിങ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ടീച്ചർ എന്നുള്ള സിവിൽ സർവൻറ്റ് നിങ്ങൾക്ക് ആവേണ്ടത്? നിങ്ങളൊരു സബ് ഇൻസ്പെക്ടർ ആകുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു ആള് നിങ്ങൾക്ക് ആവേണ്ടത്? അതിലേക്ക് മീറ്റ് ചെയ്ത കാരണം എന്താണ്? ഫോർ എക്സാമ്പിൾ, ടീച്ചറൊക്കെയാണ്, നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചൊരു ടീച്ചർ ആവാം, അല്ലെ നിങ്ങളെ കണ്ടുമുട്ടിയൊരു വ്യക്തിയാവാം, നിങ്ങളൊരു സർക്കാർ ഓഫീസിൽ ചെന്നപ്പോൾ നിങ്ങളുടെ ഇടപെട്ട ഒരാളാവാം. ഇതൊക്കെ വെച്ച് എന്തെങ്കിലും സ്റ്റോറി പെയിന്റിംഗ് ഉണ്ടെങ്കിൽ ആ റീസൺ എന്താണോ അത് നിങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് എഴുതുക. ഇനി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു ടീച്ചർ ആവേണ്ടത്? ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിച്ച സമയത്ത് അവരിൽ നിന്ന് കിട്ടിയ ഒരു മോട്ടിവേഷൻ, അവർ പറഞ്ഞ ചിലപ്പോൾ ഒരു നല്ല വാക്ക്, ഇതിൽ എന്തെങ്കിലുമൊക്കെ ആവാം. ഇപ്പം അതിനകത്ത് ഒരു ചെറിയ സംഭവങ്ങളെ പറയും. അതായത് ചിലപ്പോഴൊക്കെ ഈ 12th പഠിക്കുന്ന സമയത്ത് അവരുടെ കൂടെയുള്ള ആളുകളെ ഇരുത്തി പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരാൾ ഇരുന്നിട്ട് ബാക്കിയെല്ലാം പഠിപ്പിക്കും. അപ്പോൾ അവൻ്റെ ഉള്ളിലെ ടീച്ചറിനെ തിരിച്ചറിയുന്ന ചിലപ്പോൾ ആ ഒരു മൊമെൻറ്റ്, ആ മൊമെൻറ്റിലായിരിക്കും ഒരു ടീച്ചർ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായത്. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്റ്റോറികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. നെക്സ്റ്റ്, മെൻഷൻ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ചിലരുടെ ഒരു പോയിന്റാണ്, എനിക്ക് യാതൊരു വീക്ക്നെസ്സും ഇല്ല, എല്ലാവർക്കും എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ട്. വീക്ക്നെസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എഴുതുന്ന ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ആ ജോലിക്ക് തീരെ യോജിക്കാത്തതാണെങ്കിൽ ആ വീക്ക്നെസ് എഴുതാതിരിക്കാം. നേരെ മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ വീക്ക്നെസ്സുകൾ കണ്ടുപിടിക്കാം. ഫോർ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് എന്താ പറയുക, നിങ്ങളൊരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് പെട്ടെന്ന് ദേഷ്യം വരും. അത് നിങ്ങൾ എഴുതരുത്. കാരണം എന്താണ്? ബേസിക് ഒരു ടീച്ചറിന് പെട്ടെന്ന് ദേഷ്യം വരാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ അതിനെ ഇച്ചിരി പോസിറ്റീവ് രീതിയിൽ എഴുതുക. സ്ട്രെങ്ത്, നിങ്ങളുടെ ഇപ്പം ഇത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് എഴുതിയിട്ട് 2 കുത്തിട്ട് നിങ്ങളുടെ 2 സ്ട്രെങ്തുകൾ എഴുതുക, വീക്ക്നെസ് എഴുതിയിട്ട് കുത്തിട്ട് 2 വീക്ക്നെസ്. അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ പോസ്റ്റിന് കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു വീക്ക്നെസ് നിങ്ങൾ എഴുതാനായിട്ട് പാടില്ല. ഇനി വീക്ക്നെസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ വീക്ക്നെസ്സിനെ നിങ്ങൾ എങ്ങനെ തരണം ചെയ്യുന്ന അവർ ചിലപ്പോൾ ചോദിക്കാം. അത് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടൊരു സബ്സ്റ്റാൻഷിയേറ്റ് ആൻസർ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നെക്സ്റ്റ് വൺ, യുവർ അംബീഷൻ. എന്താണ് നിങ്ങളുടെ അംബീഷൻ? അംബീഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ, സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് പോകുന്ന ഒരാൾക്ക് എനിക്ക് നാളെ DGP ആവണം, എനിക്ക് DYSP ആവണം, സെക്രട്ടറിയുടെ അസിസ്റ്റന്റ് പോസ്റ്റ് ആണെങ്കിൽ ചീഫ് സെക്രട്ടറി ആവണം, ടീച്ചിങ് പോസ്റ്റ് ആണെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പൾ ആവണം, പിന്നെ എന്താ ടീച്ചർ മെഡൽ കിട്ടണം. ഇതൊന്നും എഴുതി വെക്കരുത്. അംബീഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളൊരു പ്രൊഫഷണൽ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളുടെ അംബീഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റൽ
അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആംബിഷൻ, ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് ഒരു അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സെക്ഷൻസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി കിട്ടുക എന്ന് പറയുന്ന അംബിഷനായിട്ട് എഴുതി വെക്കുന്നത്. നേരെ മറിച്ച് ടു സെർവ് ദ സൊസൈറ്റി ത്രൂ ഹൗ, ഫോർ എക്സാമ്പിൾ ഇന്ന ജോലിയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ സെർവ് ചെയ്യാൻ പറ്റും, ഇന്ന ജോലിയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ സെർവ് ചെയ്യാൻ പറ്റും, അതുമാണ് നിങ്ങളുടെ അംബിഷൻ എന്നുള്ള കാറ്റഗറിയിൽ കൃത്യമായിട്ട് എഴുതാനായിട്ട് വേണ്ടത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തതിനു ശേഷം അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങളുടെ പേര് ബ്ലോക്ക് ലെറ്ററിൽ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ എഴുതുക, ഇവിടെ നിങ്ങളുടെ ഒപ്പിടുക, ഇവിടെ ഏതാണ് ഇന്റർവ്യൂ ഡേറ്റ് ആ ഇന്റർവ്യൂ ഡേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാം. ഓക്കെ, ആണത്. ഇനി ഇത് നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. ഫില്ല് ചെയ്തു, നിങ്ങൾ 2 തവണ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കാണിക്കുക. കാണിച്ചതിന് ശേഷം അതിനകത്ത് കറക്ഷൻ വാങ്ങിയതിന് ശേഷം വീണ്ടും നിങ്ങൾ അടുത്ത കോപ്പി എഴുതുക. എന്നിട്ട് നിങ്ങളൊരു ഫെയർ കോപ്പി പ്രിപ്പയർ ചെയ്യുക. ഫെയർ കോപ്പി പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കാം. അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഇപ്പം ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഇവിടെ എഴുതി, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക അഡീഷണൽ പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അല്ല ഓർത്ത് കഴിയുകയാണെങ്കിൽ അത് നിങ്ങളുടെ പെൻസിലിലോ പേനയ്ക്കോ എഴുതി വെച്ച്, അപ്പോൾ എന്താ പറയുക നിങ്ങളുടെ ഒരു ഫെയർ കോപ്പി ഉണ്ട്, ആ ഫെയർ കോപ്പിയുടെ നിങ്ങൾ എഴുതിയ ഫെയർ കോപ്പി ഉണ്ട്, അതിൻ്റെ കോപ്പിയുണ്ട്, അതിൻ്റെ കോപ്പിയിൽ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ അങ്ങനെ വെൽ പ്രിപ്പയർഡ് ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യുക. ബയോഡേറ്റ ഒരു 5-6 പ്രാവശ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ബയോഡേറ്റയിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസിനെ പറ്റി നമുക്ക് ക്ലാരിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത്രയും ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് മെമ്മോ, ബയോഡേറ്റകളുടെ 2 ഫോം പ്രിന്റ് ഔട്ട്, നിങ്ങളുടെ OTV സർട്ടിഫിക്കറ്റ്, ഒരു പേനയും, പിന്നെന്താണ് ഈ ബയോഡേറ്റകളുടെ ഫില്ല് ചെയ്യാത്തൊരു 2 പേപ്പർ. കാരണം എന്താ വെച്ചാൽ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ കരുതണം. എന്തെങ്കിലും കറക്ഷൻ വേണം, പുതിയത് വേണമെന്ന് പറഞ്ഞാൽ പുതിയത് ഫില്ലാക്കി കൊടുക്കാനായിട്ട് പെൻസിൽ സ്കെയിൽ എല്ലാം കരുതിയിട്ട് കൃത്യമായിട്ട് പോവുക. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.